ഹലോ. അപ്പോഴേ ഇന്ന് ഞാൻ ചെറിയൊരു ഷോപ്പിന് വന്നതാണ്. അപ്പം ഞാൻ ലാസ്റ്റ് ഇട്ട ഒരു വീഡിയോയ്ക്ക് വന്നൊരു കമൻറ്റാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം അപ്ലയൻസസ് കുറഞ്ഞ പൈസയ്ക്ക് കിട്ടുന്ന ഏതെങ്കിലും, കുറഞ്ഞ പൈസയ്ക്ക് നല്ല അത്യാവശ്യം കളക്ഷൻസ് ഉള്ള എവിടെയെങ്കിലും ഒരു ഷോപ്പ് ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. കാരണം ഞാൻ ചെറിയൊരു ഷോപ്പിങ്ങിന് വന്നതാണ് കേട്ടോ. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 150-ലേറെ സാധനങ്ങൾക്ക് ഒരു 1 ദിർഹംസ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ കുറച്ച് ഐറ്റംസൊക്കെ കാണിച്ചു തരാം. അതാണ്ട് ഈ കാണുന്ന ഫുൾ ഐറ്റംസിനും 1 ദിർഹംസ് മാത്രം കേട്ടോ വരുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളാണ്. കുഞ്ഞു മക്കൾക്ക് കളിക്കാൻ പറ്റുന്ന കുറേ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ കളിപ്പാട്ടങ്ങളുണ്ട്. ഈ ബാറ്ററി, എൻ്റെ പെയിൻചീപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ 1 ദിർഹംസ് മാത്രമാണുള്ളത്. പൂട്ട്, നമുക്കങ്ങനെ എന്നാ കുറേ നല്ല നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിപ്പം 1 ദിർഹംസ് അല്ല, ഇതിപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചെന്നുള്ളൂ. കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. നല്ല രസമല്ലേ? കുഞ്ഞു മക്കൾക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ടൊക്കെ കളിക്കാനായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു കിടിലനായിട്ടാണ്. ഈ ബുക്കിനൊക്കെ വരുന്ന 1 ദിർഹംസേ ഉള്ളൂ. നമുക്കൊന്നും അല്ലെങ്കിൽ നമുക്ക് ട്യൂഷനെങ്കിലും കൊടുത്തു വിടാൻ പറ്റുന്ന അത്രയും നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബുക്കാട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഒരു വട്ടം മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ കൊച്ചുങ്ങൾക്ക് കളിക്കാനുള്ള കുറേ ക്രിയേറ്റീവായിട്ടുള്ള കുറേ ഐറ്റംസ് ഞാൻ കണ്ടു കേട്ടോ. കുറേ നല്ല നല്ല ക്രിയേറ്റീവായിട്ടുള്ള കുറേ ഐറ്റംസ് 2 ദിർഹംസും 1 ദിർഹംസൊക്കെ ഉള്ളതുണ്ട്. ഞാൻ ഈ പല്ലിൽ ഇങ്ങനെ കുത്തുന്ന സാധനം ഒക്കെ 1 ദിർഹംസ് കേട്ടോ. കുറേ നല്ല സ്റ്റിക്കേഴ്സ്, മാർക്കർ എന്ന് വേണ്ട ഇല്ലാത്തൊരു ഐറ്റംസ് പോലും ഇവിടെ ഇല്ല. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന അടിപൊളിയാണ്. ഇഷ്ടംമാതിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഹൈലൈറ്റേഴ്സൊക്കെ 1 ദിർഹംസേ ഉള്ളൂ. നമ്മളല്ലാതെ പുറത്തുനിന്നൊക്കെ ഒരു 3 ദിർഹംസിന് ഒക്കെ മേടിക്കുന്ന സാധനമൊക്കെ നമ്മൾ 1 ദിർഹംസ് കൊടുത്താൽ മതി കേട്ടോ. ഇതെന്നാ സാധനമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടപ്പോൾ ഒരു ക്യൂട്ടായിട്ട് തോന്നിയത് ഞാൻ എടുത്ത് നോക്കിയതാണ്. ഇത് നമ്മൾ ഈ സ്കൂളിലൊക്കെ റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ചോക്ലേറ്റ് ഒക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, 1 ദിർഹംസ്. പിന്നെ ഇത് മീൻസ് കിച്ചണിലൊക്കെ വെക്കാനും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡെക്കോർ ഐറ്റംസ്, ചെടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റം. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ അതാണ്ട് ഇത്ര ഐറ്റംസിന് 1 ദിർഹംസേ ഉള്ളൂ. ഇതിനകത്തൊന്ന് സെലക്ട് ചെയ്യണം. വലിയ ക്വാളിറ്റി ഞാൻ പറയുന്നില്ല, എന്നാലും കുട്ടികൾക്ക് കളിക്കാം, അത്രയേ ഉള്ളൂ. ഇതൊക്കെ പഴയ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്, നല്ല നല്ല സിമ്പിളായിട്ടുള്ളത്. ഇതെന്നാ സാധനം എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ തമ്പുരൂന് ഭയങ്കര ഇഷ്ടം കേട്ടോ. എപ്പോഴും ഇടയ്ക്കൊക്കെ അവളെ കൊണ്ട് പുറത്തോട്ടൊക്കെ പോകുമ്പോഴേക്കേ അവളെ എപ്പോഴും മേടിക്കുന്നൊരു സാധനമാണ്. ഇതെന്താ സാധനം എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അതിനെന്താ പ്രത്യേകതയെന്നും എനിക്കറിഞ്ഞൂടെ. എനിക്കൊന്ന് അൽക്കബയിൽ നിന്ന് ഒരു വട്ടം ഞാൻ 5 ദിർഹംസിന് മേടിച്ചൊരു സാധനമാണ്. 1 ദിർഹംസേ ഉള്ളൂ. അപ്പം പിന്നെ ഈ ക്ലേക്കൊക്കെ വരുന്നത് 12 കളറാണ്. അതിനിപ്പം 2.5 ദിർഹംസാണ് കേട്ടോ വരുന്നത്. പിന്നെ കുറച്ച് വളകളൊക്കെ ഉണ്ടാവും, നല്ല 2 ദിർഹംസിൻ്റെ വളകളാണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ പണ്ട് നമ്മൾ നാട്ടിലൊക്കെ വെച്ചിട്ട് ഉത്സവത്തിനൊക്കെ മേടിക്കുന്ന ടൈപ്പിലെ സാധനം. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ. പക്ഷേ ഇതൊക്കെ പലരൊക്കെ യൂസ് ചെയ്തൊക്കെ ആയിരിക്കും കേട്ടോ. ഇതൊക്കെ ഓപ്പണായിട്ട് ഇടുന്നത്, അതുകൊണ്ട് എനിക്കത് ഞാൻ എടുത്തില്ല. പിന്നെ കുറച്ച് ഡ്രോയിങ് ചെയ്യാൻ പറ്റുന്ന ബുക്ക്, അത് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ അത്യാവശ്യം ഇങ്ങോട്ട് ഈ ഏരിയയിലെല്ലാം അത്യാവശ്യം റേറ്റ് ഉണ്ട്. 10 ദിർഹംസിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. എന്നാലും നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള കളിപ്പാട്ടങ്ങൾ നല്ല ഒരുപാടുണ്ട്. പിന്നെ ഹോം അപ്ലയൻസസ് എവിടെയുണ്ടെന്ന് ചോദിച്ചവർക്ക് ഇതാ എടുത്തോ. ഇവിടെ ഈ ഒരു ഐറ്റംസ് ഫുള്ളും നല്ല ക്യൂട്ട്, നമ്മളുള്ള കിച്ചണൊക്കെ എസ്തറ്റിക്കായിട്ടൊക്കെ വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസ് ആട്ടോ. അടിപൊളി ഐറ്റംസ് ഉണ്ട്. എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആട്ടോ. എനിക്കിങ്ങനെ കിച്ചണും റൂമൊക്കെ ഡെക്കർ ചെയ്ത് വെക്കുന്ന ഐറ്റംസൊക്കെ ഇങ്ങനെ മേടിച്ച് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ നല്ല ഈ സ്പൂണൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ മേടിച്ചുകൊണ്ട് പോയിട്ടായിരുന്നു. നല്ലതല്ലേ, നല്ല അടിപൊളി സ്പൂൺ, നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ഒത്തിരി സ്പൂണൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും സ്പൂണാണ്. പിന്നെ ഇത് ഒരു മീൻസ് ആ ഒരു ബീഡ്സ് അതിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കളിപ്പാട്ടമായതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഇതെല്ലാം പെർഫ്യൂമാണ്. പെർഫ്യൂമൊന്നും വലിയ ക്വാളിറ്റി ഞാൻ പറയുന്നില്ല, ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പെർഫ്യൂമൊക്കെ വരുന്നത് 5 ദിർഹംസൊക്കെ. പക്ഷേ നാട്ടിൽ നല്ല മണമൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ലാസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് അറിയാത്തത്. നാട്ടിലൊക്കെ പോകുമ്പം ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേടിച്ചെടുത്താൽ അത് അത്യാവശ്യം നല്ല മണമൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നല്ല അടിപൊളി നെയിൽസ് ഞാൻ കണ്ടു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഡിഫറെൻറ്റ് ഡിസൈനിലുള്ള കുറേ നെയിൽസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3 ദിർഹംസാട്ടോ വരുന്നത്, ഇതെല്ലാം വരുന്നത്. പിന്നെ കുറച്ച് ട്രേ ഒക്കെ ഉണ്ട്, നല്ല രസമുള്ള ട്രേ ഒക്കെ. എന്നാ രസമല്ലേ കാണാനായിട്ട്, അടിപൊളി. എനിക്ക് പിന്നെ കുറച്ച് ചോപ്പറുകളും, ആ ചോപ്പറൊക്കെ വരുന്നത് 20 ദിർഹംസാട്ടോ. ഇപ്പോൾ ഇടയ്ക്കാണ് ഞാൻ ഒരു ചോപ്പർ മേടിച്ചത്, അതുകൊണ്ടല്ല ഞാൻ മേടിച്ചേനായിരുന്നു. നല്ലതായിരുന്നു, ഇവിടെ നിന്നാണ് മേടിച്ചുകൊണ്ട് പോയത്. ഒരു കുഴപ്പമില്ല, അത് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക്
ഫ്ലവറൊക്കെ സെറ്റ് ചെയ്താൽ വെക്കാൻ പറ്റും. ഇതൊക്കെ 2 ദിറംസൊക്കെ ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. സിമ്പിളാണ്, ക്യൂട്ടാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ കമ്മലും മാല ഐറ്റം എൻ്റെ അല്ല. മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അതിനൊക്കെ കേട്ടോ. കമ്മലും മാല അങ്ങനെയുള്ളതാണ്. പക്ഷേ ആ ഒരു ഇതിലോട്ട് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാര്യം നമുക്കിടാൻ പറ്റിയതൊന്നുമില്ല, എല്ലാം വലുതാണ്. പിന്നെ കുറേ തപ്പി പിടിച്ച് കഴിഞ്ഞാൽ ചെറുത് കുറച്ചൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ഇതാണ് എടുത്തത് കേട്ടോ. ഇത് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ എടുത്തില്ല. പക്ഷേ കുട്ടികൾക്ക് ഈ കമ്മലൊക്കെ ഇത് ആരിടുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇതാണ്ട് തലയിൽ വെക്കുന്ന ബോയ് ഉണ്ടല്ലോ, അതിൻ്റെ അന്യായ കളക്ഷനാണ്. എല്ലാം 2 ദിർഹംസേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എന്നെ ക്യൂട്ടാണെന്നറിയാതെ ഇത് മാത്രം 3 ദിർഹംസ് വരുന്നുണ്ട്. അത് സ്റ്റോൺ വർക്കൊക്കെ വരുന്നുണ്ടായിരിക്കും. പക്ഷെ അതിനെക്കാട്ടി ഭംഗിയുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. അടിപൊളി ബോയ്. ഈ ഒരു സെഷൻ മൊത്തം 2 ദിർഹംസിൻ്റെ ബോയാണ്. നല്ല ഭംഗിയുള്ള ബോയാണ് കേട്ടോ. കുഞ്ഞു മക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ്, നല്ല ക്യൂട്ടായിട്ടുള്ള ബോയ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ തലയിലൊക്കെ ചുറ്റിയിട്ട് ഇങ്ങനെ കെട്ടിയിടുന്നൊരു സാധനമുണ്ട്. ഞാൻ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഞാൻ വെച്ചിട്ട് ശരിയായില്ല. ഇങ്ങനെയല്ലായിരുന്നു ചെയ്യുന്നത്, വേറെ എങ്ങനെയുണ്ടായിരുന്നു എനിക്കറിയാൻ വയ്യ. ഇങ്ങനെ കണ്ട് വെച്ചിട്ട് തിരിക്കുകയും കണ്ട് ചെയ്യണം കേട്ടോ. 2 ദിർഹംസാണ്. അപ്പം പിന്നെ ഞാൻ അവിടെ കുറച്ചായിരുന്നു, ഞാൻ ബോയൊന്നും എടുത്തില്ല. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. 2 ദിർഹംസിൻ്റെ ആണ് ഇതെല്ലാം. പിന്നെ കുഞ്ഞു ക്ലിപ്പുകൾ, നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ക്ലിപ്പുണ്ട്. എനിക്ക് ക്ലിപ്പുകളെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ 2 ദിർഹംസേ വരുന്നുള്ളൂ. അതിൻ്റെ കുറേ ഉണ്ട്, ഒത്തിരി ഉണ്ട് കേട്ടോ. പിന്നെ പുട്ടപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല നല്ല ക്ലിപ്പുകൾ, നല്ല ഭംഗിയുള്ള ക്ലിപ്പുകൾ, 2 ദിർഹംസ്. നല്ല വെറൈറ്റി ആയിട്ട്, ഭംഗി എന്ന് പറയാമെന്ന് വെച്ചാൽ നല്ല വെറൈറ്റി ആയിട്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ഫേസ് മാസ്ക് കൊള്ളാം കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് മേടിച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് നേരത്തെ. അത് ഇവിടെ നിന്ന് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. ഞാൻ അതുകൊണ്ട് അതിന് മാത്രമേ 2 എടുത്തു. പിന്നെ ഇത് ഞാനൊരു ചെറിയ പേഴ്സ് മേടിച്ചു കേട്ടോ. ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ പോക്കറ്റിൽ പൈസ ഇട്ടുകൊണ്ട് പോകുമ്പോഴേ ഇതൊക്കെ ഫേസ് വാഷാണ്. ഇതൊന്നും അത്യാവശ്യം 3 ദിർഹംസാണ്. അതിന് വലിയ ഞാൻ ക്വാളിറ്റി ഒന്നും പറയുന്നില്ല. ക്വാളിറ്റി നമ്മൾ ഫേസിലൊക്കെ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കണം. കാര്യം എപ്പോഴെങ്കിലും വലിയ അലർജിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പാടാം. പിന്നെ ഞാൻ നെയിൽ പോളിഷ് എടുത്തിട്ടോ 2 ദിർഹംസിന്. അത് നല്ല 2-3 കളർ ഉണ്ടായിരുന്നു. പിന്നെ അതായി ഒരു കോമ്പ് ഞാൻ എടുത്തു, നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്. അപ്പോൾ തൊട്ട് എനിക്ക് ഇഷ്ടമായിട്ടോ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം മേക്കപ്പ് പൗച്ചുകളും ചെറിയ ചെറിയ പൗച്ചുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു കപ്പുകൾക്കെല്ലാം വരുന്നത് 2 ദിർഹംസാണ്. അത്യാവശ്യം നല്ല നല്ല കപ്പുകളുണ്ട്. ഒരുപാട് കളക്ഷനും ഉണ്ട് കേട്ടോ, നല്ല നല്ല കപ്പുകൾ. പിന്നെ ഇതെല്ലാം കിച്ചൺ വെക്കാൻ, ഡൈനിങ് ടേബിളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റംസാണ്. നല്ല രസമല്ലേ കാണാനായിട്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ 20 ദിർഹംസൊക്കെ ആയിട്ടോ വരുന്നത്. നല്ല റേറ്റ് വരുന്നുണ്ട്, എന്നാലും നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ 10 ദിർഹംസാന്ന് തോന്നുന്നു, 10-15 ദിർഹംസിൻ്റെ വരുന്നുള്ളൂ. പിന്നെ ഇപ്പുറത്തെ ഇതിൻ്റെ ഈ 2 സൈഡിലായിട്ടും കപ്പുകൾ പിന്നെയും ഉണ്ട്. പിന്നെ ഇതൊക്കെ ചെറിയ ചെറിയ ടേബിൾ ഡെക്കോറാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഞാൻ ഈ ഒരു ഐറ്റം ഞാൻ എടുത്തു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിമ്പിളാണ്, വളരെ ചെറുതാണ് കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ കൂടുതലും ഇപ്പം തന്നെ നല്ല 8 മിനിറ്റ് ആയി. ഇപ്പം ഞാൻ വിചാരിച്ചു കൂടുതലായിട്ടൊന്നും ഇനി എടുക്കാൻ പറ്റത്തില്ല, ഞാൻ ഓടിച്ചിട്ട് നിങ്ങളെല്ലാം ഒന്ന് കാണിക്കാം. പിന്നെ സ്ട്രെയിറ്റ്നറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മേടിക്കാതിരിക്കുന്നല്ലോ, എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. പിന്നെ നമ്മുടെ കിച്ചണിൽ ഡിസ്പോസിബിൾ ആയിട്ടുള്ള കുറേ പ്ലേറ്റുകളോ അങ്ങനെയുള്ള കുറേ ഐറ്റംസിനൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന, ഡൈനിങ് ടേബിളൊക്കെ ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ്. ഇതൊക്കെ വരുന്നത് 10 ദിർഹംസിനകത്താട്ടോ വരുന്നത്. സത്യം പിന്നെ പർച്ചേസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ നല്ല ടൈം എടുക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോന്ന് കണ്ട് എല്ലാത്തിൻ്റെ റേറ്റൊക്കെ നോക്കി ഒക്കെ എടുത്ത് ഇങ്ങനെ വരാം. അതായത് ഇതൊക്കെ എനിക്കൊന്ന് അറബികളാണെന്ന് തോന്നുന്നു കൂടുതലും മേടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. അവരൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള ഗ്ലാസ് ഐറ്റംസൊക്കെ കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർ. ഇവിടെ കുറേ ഡെക്കോർ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊന്നും ഞാൻ കൂടുതൽ നിങ്ങളെ കാണിച്ചില്ലെന്നേ ഉള്ളൂ. പിള്ളേർക്കുള്ള വാട്ടർ ബോട്ടിൽ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഒരു അടിപൊളിയാണ് എനിക്ക് തോന്നിയത് നമ്മുടെ മീൻസ് ഈ ഫ്ലോർ വാഷൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഐറ്റംസ്, അങ്ങനെയുള്ളതൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് ഇവിടെ. ഈ ഒരു സെഷൻ മൊത്തം അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഏകദേശം എൻ്റെ പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലൂടെ കഴിയുമ്പോഴത്തേന് നമ്മുടെ ഇത് കണ്ടോ, ഇത് 10 ദിർഹംസിന് നമ്മുടെ കത്തിയൊക്കെ ഇട്ട് വെക്കുന്ന സാധനം. ഇത് കൊള്ളാം. ഞാൻ ഒരു നാട്ടിൽ പോകുമ്പോൾ മേടിച്ചുകൊണ്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കും. നമ്മുടെ കത്തിയെല്ലാം അതിനകത്ത് തന്നെ ഇരുന്നോളുമല്ലോ. അങ്ങനെ സ്റ്റീലിൻ്റെയാണ്, അത് 10 ദിർഹംസ് കേട്ടോ. പിന്നെ ഒരു നെയിൽ കട്ടറും കാര്യങ്ങളും ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അങ്ങനെ
ഇനിയിപ്പം മേക്കപ്പ് സെഷനിലോട്ടൊന്ന് വന്ന് നോക്കണമെന്ന് വിചാരിച്ചു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടുന്ന് അധികമൊന്നും എടുക്കാറില്ല. എന്നാലും ഐലൈനറൊക്കെ കൊള്ളാം. ഐലൈനറും മസ്കാരയൊക്കെ കുഴപ്പമില്ല കേട്ടോ. ബാക്കി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ ഗുണമൊന്നുമില്ല. കുറേ ഉണ്ട്, 2 ദിറംസൊക്കെ ഉള്ളൂ എല്ലാത്തിനും. പക്ഷേ ഇട്ടിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന് കുറച്ച് നേരം ഇട്ടിട്ട് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അത് പോകും കേട്ടോ. അതുകൊണ്ട് ഗുണമില്ല. പിന്നെ എനിക്ക് ഇന്ന് കാജൽ പെൻസിലുണ്ടല്ലോ കറുപ്പ്, അതും അതിൻ്റെ ബ്ലൂ ഒക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ നിൽക്കും നല്ലതായിട്ട്. ലാസ്റ്റ് മീൻസ് പെട്ടെന്ന് അങ്ങനെ സ്മഡ്ജായി പോകത്തൊന്നുമില്ല, കുറച്ച് നിൽക്കും കേട്ടോ. ലിപ്സ്റ്റിക്ക് എത്ര അങ്ങോട്ട് പോരാ. ലിപ്സ്റ്റിക്ക് ഇതെല്ലാം 2 ദിറംസിൻ്റെയാണ്. പക്ഷെ ഇതൊന്നും കൊള്ളത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഒരു വട്ടം മേടിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ടില്ല. അതൊന്നും ഇടാതിരിക്കുന്നത് കേട്ടോ നല്ലത്. ഞാൻ എല്ലാം ഇങ്ങനെ കയ്യിൽ സാമ്പിൾ അടിച്ച് നോക്കിയതാണ്. പിന്നെ സോക്സ്, പിന്നെ കുറച്ച് ബഹൂർ പോയിക്കുന്ന കുറേ ഐറ്റംസൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം എൻ്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. ദാണ്ട് ആ കാണുന്നതാണ് റോള. അപ്പോൾ റോളയിൽ കുറച്ച് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആ ബ്രിഡ്ജിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു വിന്നിങ് ഡീലെന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഷോപ്പാണ്. ജസ്റ്റ് വരാൻ പറ്റുന്നവരൊക്കെ വന്ന് പർച്ചേസ് ചെയ്ത് നോക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ.